Srimati Sunanda Narayanan avargalanu. I invite Srimati Sunanda Narayanan for the prize distribution. വേദിയിലെ വിശിഷ്ട അതിഥികളെ, സ്നേഹമുള്ള രക്ഷാകർത്താക്കളെ, നമ്മുടെ അധ്യാപകരെ, കുഞ്ഞുമക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമുക്കറിയാം നമ്മുടെ ഇന്ന് ഈ വിദ്യാലയത്തിൻ്റെ 97ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നിവിടെ നിൽക്കുക. കാരണം ഇവിടെ എനിക്ക് മുൻപേ പറഞ്ഞവർ തന്നെ എല്ലാ കാര്യങ്ങളും സൂചിപ്പിച്ചു കഴിഞ്ഞു. നമുക്കറിയാം നമ്മുടെ ചാലക്കുടി ജില്ലയിൽ തന്നെ ഏറ്റവും മികവുറ്റ ഒരു വിദ്യാലയമാണ് നമ്മുടെ സെൻറ് ആൻഡ്രീസ് UP സ്കൂൾ എന്ന് പറയുന്നതിൽ വളരെയേറെ സന്തോഷം. ദീർഘകാലമായി ഈ വിദ്യാലയത്തിലെ ഓരോ ചുവടുകളും അവരുടെ ഉയർച്ചയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. കാരണം ദീർഘമായി ഈ വാർഡിൻ്റെ മെമ്പറായി ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ വിദ്യാലയത്തിൽ ഇത്രയും മികവുറ്റ പ്രതിഭകളും അതോടൊപ്പം തന്നെ എല്ലാ വിധത്തിലുള്ള മികവുകളും നമ്മുടെ ഈ വിദ്യാലയത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ വളരെ സന്തോഷം. നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. കുഞ്ഞുമക്കളുടെ പല പല സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ കുഞ്ഞുമക്കളും കടന്നു വരുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ അവരെ ചിട്ടയായി അല്ലെങ്കിൽ കുടുംബങ്ങളിൽ അവരുടെ സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ ജീവിതത്തിൽ വളരെ വിജയം ഉണ്ടാകാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ചെറിയൊരു കാര്യം എനിക്ക് ഓർമ്മ വരികയാണ്. ഞാൻ എവിടെയോ വായിച്ചൊരു കാര്യമാണ്. ഒരു വിദ്യാലയത്തിൽ പുതുതായി കടന്നു വന്നൊരു ടീച്ചർ, ആ ടീച്ചർ ക്ലാസ്സിൽ വന്ന് എല്ലാ കുട്ടികളോടും ഓൾ ഓഫ് യു എന്ന് പറഞ്ഞ് ക്ലാസ്സിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ വന്ന് ആ സമയത്ത് ഓരോ കുട്ടികളുടെയും മികവുകളും പഠനങ്ങളൊക്കെ നോക്കുമ്പോൾ അതിലെ ഒരു കുട്ടി മാത്രം വളരെ പുറകോട്ട് യാതൊന്നും പഠിക്കാതെ ഇരിക്കുന്നൊരു വിദ്യാർത്ഥിയെ കണ്ടു. അങ്ങനെ എനിക്ക് അവനെ എല്ലാ പരീക്ഷയിലും വളരെ മാർക്ക് കുറവാണ്. അപ്പം തീർച്ചയായിട്ടും ഇതിൻ്റെ HM അവരെ വിളിപ്പിക്കുകയും എന്താണ് ഈ കുട്ടി ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ ആ കുട്ടിയെ വളരെ മോശമായിട്ടാണ് പറഞ്ഞത്. എനിക്കും ആ കുട്ടിയെ ഇഷ്ടമില്ല, ഒന്നും പഠിക്കില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു. പക്ഷേ തുടർന്ന് അവൻ്റെ മുൻ ക്ലാസ്സുകളിലെ പ്രോഗ്രസ് കാർഡ് എടുക്കാൻ പറഞ്ഞപ്പോൾ ആ പ്രോഗ്രസ് കാർഡുകളിൽ അന്നത്തെ ടീച്ചേഴ്സ് എഴുതി വെച്ചതാണ് അതിലെ ഏറ്റവും നല്ല ബ്രില്യൻ്റായ ഒരു കുട്ടിയായിരുന്നു ഈ കുട്ടി. തുടർന്ന് പിന്നീടുള്ള വർഷത്തിൽ ആ പ്രോഗ്രസ് കാർഡ് എടുത്തപ്പോൾ അതിൽ കുറച്ച് മോശമായി ആ കുട്ടിയുടെ മാർക്കൊക്കെ കണ്ടു. അപ്പം എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ കുട്ടിയുടെ അമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. ക്യാൻസർ പേഷ്യൻ്റായി പിന്നീടുള്ള വർഷം അവർ മരിച്ചു പോവുകയാണ് ഉണ്ടായത്. ആ ഒരു ഫീലിങ്സോടെയാണ് ആ കുട്ടി തീരെ പഠിക്കാത്ത അവസ്ഥ. ആ കുട്ടിയുടെ ജീവിത സാഹചര്യങ്ങളോട് കൂടിയാണ് അവൻ പഠിക്കാൻ തീരെ മോശമായിട്ട ഒരവസ്ഥ ഉണ്ടാക്കിയിരുന്നത്. അപ്പം തീർച്ചയായിട്ടും അതിലൊക്കെ ഇടപെട്ട് ആ അനുഭവം അറിഞ്ഞപ്പോൾ ആ ടീച്ചർ ഒരു അമ്മയെ പോലെ തൻ്റെ മകനാണെന്നുള്ളൊരു ബോധ്യത്തോടു കൂടി ആ കുട്ടിയെ സ്നേഹിക്കുവാനും തഴുകുവാനൊക്കെ തുടങ്ങി. അതോടുകൂടി തന്നെ ആ കുട്ടിക്ക് വളരെയേറെ മാറ്റങ്ങൾ സംഭവിച്ചു. കാരണം വളരെ ബ്രില്യൻ്റായി വീണ്ടും ആ കുട്ടി ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് ആ കുട്ടിക്ക് സാധിച്ചു. തുടർന്ന് ഓരോ വർഷവും അവൻ്റെ ഓരോ വളർച്ചയിലും അവൻ ഈ ടീച്ചർക്ക് ഓരോ കാർഡുകൾ അയക്കാൻ തുടങ്ങി. എൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മയ്ക്ക് സുഖമല്ലേ എന്നുള്ള രീതിയിലൊക്കെ തുടർച്ചയായി അത്തരത്തിൽ അവൻ വളർന്നു വലുതായി. അവൻ്റെ വിവാഹത്തിൽ ടീച്ചർക്ക് അവൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കുവാനായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റും മടങ്ങി തിരിച്ചു വരുവാനുള്ള ടിക്കറ്റും ഒക്കെ ആയി അയച്ചു കൊടുത്തു. ടീച്ചറൊന്ന് ആലോചിച്ചു ഈ വിവാഹത്തിൽ പോകണ്ടേ എന്ന്. അങ്ങനെ ആ വിവാഹത്തിൽ ആ ടീച്ചർ പോകാൻ തന്നെ തീരുമാനിച്ചു. പോയി അവിടെ ചെന്നിറങ്ങിയപ്പോൾ പുറകിലെവിടെയെങ്കിലും ഇരിക്കാമെന്ന് ടീച്ചർ വിചാരിച്ച് കൊണ്ട് അവിടേക്ക് കടന്നു വരികയാണ്. അപ്പോൾ തന്നെ കുറച്ച് 2 വളണ്ടിയർമാർ ചെന്ന് ആ ടീച്ചറെ
സ്വാഗതപൂർവ്വം ഏറ്റവും മുൻസീറ്റിൽ കൊണ്ട് അവരെ ഇരുത്തുകയാണ്. അപ്പോൾ ഈ കുട്ടി എന്ന് പറഞ്ഞാൽ വിവാഹത്തിൻ്റെ റെജി എന്നാണ് അവൻ്റെ പേര്. അവൻ പറഞ്ഞു, എൻ്റെ അമ്മയാണ് വരുന്നത് എന്ന്. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്നേഹവും ലാളനയും അല്ലെങ്കിൽ നമ്മളെ എല്ലാ കാര്യങ്ങളും അടുത്തറിയുന്ന ഒരു ആളായിരിക്കണം ഒരു അമ്മ. ആ കുട്ടിയുടെ ഏതൊരു കാര്യത്തിലും അവൻ്റെ മനസ്സ് ചെറിയ ചഞ്ചലപ്പെട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനൊക്കെ കഴിവുള്ളൊരു ആളായിരിക്കണം അമ്മ. ആ അമ്മയ്ക്ക് തുല്യമായി ആ ടീച്ചർ വന്നപ്പോൾ ടീച്ചർ അന്ന് അവിടെ എല്ലാവരെയും മുന്നിൽ കുട്ടി പറയണം എൻ്റെ അമ്മയാണ് എന്ന്. അപ്പോൾ ടീച്ചർ പറയാണ്, ഞാൻ ഇത്രയും നല്ലൊരു ടീച്ചർ ആവാൻ കാരണം ഈ വിദ്യാർത്ഥിയാണ്. കാരണം ഇതിനു മുൻപേ എനിക്കിങ്ങനെ ഇത് കുട്ടികളോട് ഇത്ര സ്നേഹമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ലൊരു അധ്യാപിക ആവാൻ സാധിച്ചത് ഈ കുട്ടിയോടുള്ള അവൻ്റെ ഒരു സ്നേഹവും കരുതലും കാരണം കൊണ്ടാണ്. അപ്പം തീർച്ചയായിട്ടും അവിടെ വന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മളുടെ പരിലാളനയും സ്നേഹവും കൊണ്ടാണ് ആ കുട്ടിക്ക് അത്രയും ഉന്നതിയിൽ എത്തുവാൻ സാധിച്ചതും ഒക്കെ. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഓരോ പേരൻസും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നമ്മുടെ മക്കളെ തൊട്ടറിയാനും അവരുടെ കൂടെ ആയിരിക്കുവാനും. കാരണം പല മാതാപിതാക്കളും തിരക്കുകൾക്കിടയിലും ജോലിക്ക് പോയിട്ടും ഒക്കെ വൈകി വരുന്ന സമ്പ്രദായം. നമുക്കറിയാം, ജോലി കഴിഞ്ഞിട്ടായാലും പാതിരയ്ക്കൊക്കെ വരുന്ന പേരൻസ് ഉണ്ടാവാം. പക്ഷെ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്, അവരുടെ ഭാവിയാണ് എന്നുള്ള ആ കരുതലും സ്നേഹത്തോടു കൂടി അവരോടൊപ്പമായിരിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞാൻ എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്കൊക്കെ കലാപരിപാടികൾ കാണുവാനായിട്ട് ഇപ്പം നമുക്ക് അറിയാം, ഇവിടെയൊക്കെ നിറയും. 5 മണിയാവണമെന്ന് തോന്നുന്നു. കലാപരിപാടികളാണ് ഏവർക്കും ഇഷ്ടം. ഈ പ്രസംഗങ്ങളൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഓരോ പ്രസംഗക്കാർ കടന്നു വരുമ്പോൾ ഉള്ളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ, കാരണം എനിക്ക് ചെറുപ്പത്തിലൊക്കെ അങ്ങനെയാണ്, പ്രസംഗത്തൊന്ന് കഴിഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിലുണ്ടാവും, ഇതൊന്ന് നിർത്തിപ്പോയെങ്കിൽ ഞങ്ങൾക്ക് കലാപരിപാടി കാണാനാണ് താല്പര്യമെന്ന്. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ ഇവിടെ വിജയികളായിട്ടുള്ളവർക്ക് സമ്മാനദാനം നൽകാനായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ വിജയികൾക്ക് ഇനിയും ഒത്തിരി അവസരങ്ങൾ ഉണ്ടാകുവാനും അതിൽ നേട്ടങ്ങൾ ഉണ്ടാകാനും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും, നമ്മുടെ ഇന്നിവിടെ റിട്ടയർ ചെയ്യുന്ന ഷീജ ടീച്ചർ ഇന്ന് ഇവിടെ എത്തിയിട്ടില്ല. ഇവിടെ സൂചിപ്പിച്ചു, അവരുടെ സഹോദരി മരണപ്പെട്ടിരിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും അവരുടെ അസാന്നിധ്യത്തിലും അവർക്ക് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഇനിയുള്ള ഭാവി ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.